പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 29 തീയതി ബുധനാഴ്ച. ദൈവത്തിന്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 14 അധ്യായം 9 വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 9 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രം അരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പൊയ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. സംഖ്യാപുസ്തകം 13 അധ്യായം 14 അധ്യായം ചേർത്ത് പഠിക്കേണ്ട അധ്യായങ്ങളാണ്. ഇപ്പോൾ നാം ഇന്നത്തെ വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ട വാക്യം, അതിൻ്റെ പശ്ചാത്തലം 13 അധ്യായത്തിൽ നിന്നും ആരംഭിക്കുകയാണ്. ദൈവം മോശയോട് പറഞ്ഞ് ഇസ്രയേലിന്റെ ഗോത്രങ്ങളിൽ നിന്നും പ്രഭുക്കന്മാരായിട്ടുള്ള 12 പേരെ തിരഞ്ഞെടുത്ത് തങ്ങൾ എത്തേണ്ട പാലും തേനും ഒഴുകുന്ന ദേശത്തെ ഒറ്റുനോക്കുവാനായി അയക്കുന്നു. അങ്ങനെ അവർ 12 പേര് പോകുന്നു. എന്നാൽ 2ഉം 10ഉമായ 2 വിഭാഗമായി മാറുന്നു. അവർ മടങ്ങി വരുന്നു. അതെ, നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ കാലേബും അസ്കലോൻ താഴ്വരയിൽ നിന്നും അവർ മടങ്ങി പാരാൻ മരുഭൂമിയിലെ കാദേശ് ബർണയിൽ എത്തുന്നതും അവർ കൊണ്ടുവന്ന ഫലസമൃദ്ധിയും അവരുടെ വാക്കുകളും ജനത്തിന് സന്തോഷവും ഉന്മേഷവും നൽകിയപ്പോൾ ബാക്കിയുള്ളവർ എഴുന്നേറ്റ് ജനത്തെ നിരാശരാക്കി. അവിടെ ഞങ്ങൾ ഉറപ്പുള്ള കോട്ടകൾ, കൊത്തളങ്ങൾ, കെട്ടിടങ്ങളൊക്കെ കണ്ടു. അവിടെ ഞങ്ങൾ മല്ലന്മാരെ കണ്ടു. മല്ലന്മാരുടെ മക്കളായ അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾ അവരുടെ മുമ്പാകെ വെറും വെട്ടിക്കിളി പോലെ, അത്ര ശുഷ്കമായ ആളുകളായി ഞങ്ങൾക്ക് തന്നെ തോന്നി. അങ്ങനെ ജനത്തെ ഭീതിയിലാക്കി. നാം 14 അധ്യായം തുടങ്ങുമ്പോൾ ഇത് കേട്ട് ജനം ഉറക്കെ കരയുന്നു. മോശയ്ക്കും അഹരോനുമെതിരെ പിറുപിറുക്കുന്നു. അവർ പറയുകയാണ്, ഞങ്ങൾ ആ മിസ്രൈമിൽ കിടന്നാ മതിയായിരുന്നു. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വാണിന് കൊല്ലുവാൻ കൊണ്ടുവന്നോ? ഞങ്ങളുടെ ഭാര്യയെയും മക്കളെയും അവർ അടിമകളാക്കി കൊണ്ടുപോകുമല്ലോ. നാം തിരിച്ച് മിസ്രൈമിലേക്ക് പോകാം. നമുക്ക് മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുക്കാം. ഇങ്ങനെ ദൈവം നടത്തിയ വിധങ്ങൾ മുഴുവനും കുറച്ചുപേരുടെ വാക്കിൽ മറന്നുകളഞ്ഞു. പ്രതികൂലത്തിൽ നിന്നും അനുകൂലത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ വിട്ടുകളഞ്ഞു. പിതാക്കന്മാരായി കഴിഞ്ഞ 3-4 തലമുറയോളം 430 വർഷം ഫറവോന്റെ അടിമത്വത്തിൽ മിസ്രൈമിൽ ത്യാഗം സഹിച്ചത്, അടികൊണ്ടത് അവർ സെക്കൻഡ് കൊണ്ട് മറന്നു. ദൈവത്തോട് മത്സരിക്കുവാൻ തുടങ്ങി. ദൈവത്തിനും ദൈവദാസനുമെതിരെ പിറുപിറുത്തു. ഇത് കേട്ട് വിഷമത്തോടെ മോശയും അഹരോനും ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. ഈ സമയത്താണ് യോശുവയും കാലേബും തങ്ങളുടെ വസ്ത്രം കീറി മുൻപോട്ട് വന്ന് ഈ പിറുവിറുത്ത ജനത്തോടായിട്ട് പറയുകയാണ്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ
ദൈവത്തോട് മത്സരിക്കരുത്. നിങ്ങൾ ഈ നിലയിൽ സംസാരിക്കരുത്, ചിന്തിക്കരുത്. അവരുടെ ശരണം പോയിരിക്കുകയാണ്. നാം തോൽക്കുകയില്ല, അവരാണ് തോൽക്കാൻ പോകുന്നത്. നമ്മോട് കൂടെ ദൈവം ഉള്ളിടത്തോളം കാലം നാം ജയിക്കും, നാം തോൽക്കുകയില്ല. ഈ പ്രഭാതത്തിൽ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാ. ഇപ്പോഴും ചില വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ. അത് മക്കളുടെ വിഷയം, ജോലി വിഷയം, സാമ്പത്തിക വിഷയം, ആരോഗ്യ വിഷയം, കുടുംബ വിഷയം, ബാധ്യതകൾ, കടങ്ങൾ, പല പല പ്രശ്നങ്ങൾ, ഇവയിൽ കൂടെ ഒക്കെ കടന്നു പോകുകയാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും ശത്രുവിനെ ഭയപ്പെട്ട്, ശത്രുവിനോട് അറിഞ്ഞോ അറിയാതെയോ സന്ധി ചെയ്ത് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. നമ്മൾ പുറത്ത് അങ്ങനെ അല്ല എന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ വളരെ സൈലന്റായി നമ്മുടെ ഹൃദയം കൊണ്ട് അത്ര ഇഷ്ടമല്ലെങ്കിലും നാം ശത്രുവിനോട് സന്ധി ചെയ്യുകയാണ്. അതാണ് ഇവിടെ നാം വായിക്കുന്നത്. അതിനെതിരെ രണ്ടേ പേർ മാത്രമേ ശബ്ദിക്കുന്നുള്ളൂ. അവർ പറയണ അങ്ങനെയല്ല, അവർ ജനത്തെ ധൈര്യപ്പെടുത്തി മിണ്ടാതാക്കി. അങ്ങനെയല്ല, നമുക്കവരെ ജയിക്കുവാൻ കഴിയും, നാം തോൽക്കുകയില്ല, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും തോൽക്കുമെന്ന് ലോകം മുഴുവൻ നമുക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, നമ്മുടെ കൂട്ടുകാർ നമ്മളെ തോൽപ്പിക്കുവാൻ സകലവിധ സന്നാഹങ്ങളും പദ്ധതിയും ഇടുമ്പോൾ, എന്തിന് നമ്മുടെ കൂടപ്പിറപ്പുകൾ പോലും നമ്മെ ഒറ്റപ്പെടുത്തി ഇവൻ തകർന്നു തരിപ്പണമായി, ഇവൻ ഇങ്ങനെയാണെന്ന് വിധി എഴുതി തള്ളുമ്പോഴും സ്വർഗത്തിലെ ദൈവം എന്റെയും നിങ്ങളുടെയും പക്ഷത്തുള്ളിടത്തോളം കാലം ഈ ലോകത്തിൽ ആരെല്ലാം കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. യോസഫിന്റെ ചരിത്രം നമുക്കറിയാം. യോസഫിന്റെ ജീവിതത്തിലും മാതാപിതാക്കൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തു. എന്നാൽ ഇവിടെയൊക്കെ സ്വർഗത്തിലെ ദൈവം യോസഫിനോട് കൂടെയിരുന്നു. അങ്ങനെയെങ്കിൽ ആ ദൈവം നമ്മോട് കൂടെയിരിക്കും. നാം പരാജയപ്പെടുവാൻ വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചത്, ജയിക്കുവാൻ വേണ്ടിയാ. തോൽക്കുവാൻ വേണ്ടി അല്ല നമ്മെ വിളിച്ചിറക്കിയത്. അതെ, മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നും വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ ദൈവം മതിയായവനാ. ഇന്ന് പകൽ ചില വിഷയത്തിന് മധ്യേ ഭാരപ്പെട്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം, എന്ത് ചെയ്യും, എന്റെ മകന്റെ കാര്യം ഒരുപക്ഷെ നിങ്ങളെ വിട്ട് വിദൂരത്തായിരിക്കാം, പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആയിരിക്കാം, വിസ സംബന്ധമായി, ജോലി സംബന്ധമായി, താമസ സംബന്ധമായി, ആരോഗ്യ സംബന്ധമായി ഭാരത്തിൽ കൂടെ കടന്നു പോകുന്നു. മകളുടെ വിവാഹം, ഭവനത്തിന്റെ പണി, നിങ്ങൾ അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന രോഗകാരണങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കുണ്ടായ ജോലിയുടെ നഷ്ടം. അതെ, 100% ജയിക്കും എന്ന് കരുതി നിങ്ങളോ നിങ്ങളുടെ മക്കളോ എഴുതിയ പരീക്ഷയിൽ നേരിട്ട പരാജയം. ഇങ്ങനെയുള്ള ദൈനംദിന ജീവിത പ്രശ്നങ്ങളാൽ വ്യാകുലപ്പെടുന്ന ദൈവപൈതലേ, ഇന്ന് ദൈവത്തിൽ ശരണപ്പെട്. നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് ഒരേ സ്ഥലത്ത് നോക്കിക്കാണുവാൻ 40 ദിവസം ഒറ്റുനോക്കിയിട്ട് വന്നതിൽ ഭൂരിഭാഗം പേരും, അതെ ഭൂരിഭാഗം പേരും, 12-ൽ 10 പേരും ഒറ്റക്കെട്ടോട് പറഞ്ഞു നമ്മൾ തകർന്നു പോകും, അവർ നമ്മളെ തകർക്കും. എന്നാൽ 2 പേർ വെറും ന്യൂനപക്ഷം പറഞ്ഞു നമ്മൾ അവരെ ജയിക്കും. നമ്മളെ ദൈവം വിളിച്ച് തോൽക്കാനല്ല, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് അവരുടെ ശരണമാണ് പോയിരിക്കുന്നത്. നാം ശരണപ്പെടുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. പ്രിയ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ശരണം, ആശ്രയം, വിശ്വാസം, അതെ
അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല, അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് അവരവരോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തുക. കർത്താവ് എന്റെ പക്ഷത്താണോ? എന്റെ പക്ഷത്താണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായി മുൻപോട്ട് പോകുക. വിജയം സുനിശ്ചയമാണ്. നിങ്ങൾ തോൽക്കാൻ വേണ്ടി ഇറങ്ങിയവരല്ല, ജയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാ. പക്ഷേ ഉറപ്പുവരുത്തണം കർത്താവിന്റെ പക്ഷത്താണെന്ന്. അല്ല, ഒരു സംശയം ഉള്ളിലുണ്ടോ? ഒരു സന്ദേഹം ഉള്ളിലുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ദൈവത്തിന് മുമ്പാകെ യഥാസ്ഥാനപ്പെടണം, മടങ്ങി വരണം, ഉറപ്പിക്കണം, എന്റെ യേശു എന്റെ കൂടെയുണ്ട്. അതെ, സ്വർഗത്തിലെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ഈ ലോകം മുഴുവനും ഇളകി വന്നാലും ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം അനുകൂലമാണെങ്കിൽ ഞാൻ തന്നെ, നാം തന്നെ, ദൈവപൈതൽ തന്നെ ജയിക്കും എന്നതിന് സംശയമില്ല. കർമ്മേലിന്റെ ഉത്തങ്ക ശൃംഗത്തിൽ 850 ബാലന്റെ അസേനയുടെയും പ്രവാചകന്മാർക്കെതിരെ ഒറ്റയ്ക്കൊരുവനായി ഏലിയാവ് വലിയ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്തെടുത്തെങ്കിൽ ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ജയിക്കുവാനാ. ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപൈതലെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും തകർക്കുവാൻ, പിച്ച് ചീന്തുവാൻ, തോൽപ്പിച്ച് ഛിന്ന ഭിന്നമാക്കുവാൻ ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തിൽ നിന്ന്, ദേശത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, ജോലിയിൽ നിന്ന് നിങ്ങളെ തകർത്തെറിയുവാൻ ശത്രു പദ്ധതിയിട്ട് അവൻ നിങ്ങൾക്കെതിരെ വാടകോരുമ്പോൾ ഒരു ദൈവപൈതൽ പൂർണ്ണ ധൈര്യത്തോടും ആർജവത്തോടും കൂടെ പറയണം, തോൽക്കുവാനല്ല എന്നെ വിളിച്ചത്, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഈ പ്രശ്നത്തെ നിശ്ചയമായി നേരിട്ട് ജയിച്ച് വിജയത്തിന്റെ കൊടി പാറിക്കും. പ്രിയ ദൈവമക്കളെ, ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളേവരും ഈ നിലയിൽ വിജയക്കൊടി പാറിച്ച് യഹോവ നിസ്സിയായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷ്യത്തോടെ ദൈവകൃപയോടെ വിജയശ്രീലാളിതരായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. ഹൃദയങ്ങളെ ഒരുക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി വിട്ടുകൊടുക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചവർ, കൂടെ നിന്നവർ, കൂട്ടുകാർ, സ്നേഹിതർ, ആത്മീയ ബന്ധുക്കൾ, കൂടപ്പിറപ്പുകൾ, ഞങ്ങൾ ജീവനതുല്യം സ്നേഹിച്ച വിശ്വസിച്ച അനേകർ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, ഞങ്ങളെ തകർക്കുവാനും പിച്ചു ചീന്തുവാനും ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഒരു വിധത്തിലും പതറേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തോൽക്കുകയില്ല, ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ശത്രുവിന്റെ ആശ്രയം പോയിരിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ നിലകളിൽ ഏതെങ്കിലും അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർ ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ അപ്പനവരെ വചനത്തിൽ ഉറപ്പിക്കണമേ, വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെടുവാൻ അവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കണമേ. എല്ലാ നന്മകളാലും നിറച്ച് ദൈവകൃപകൾ കൊണ്ട് പൊതിഞ്ഞ് അവരുടെ ജീവിതം അനുഗ്രഹത്തോടെ, ജയത്തോടെ, സാക്ഷ്യത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുമശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മെ ദൈവം വിളിച്ചത് തോൽക്കുവാനോ, പരാജയപ്പെടുവാനോ, തകരുവാനോ, ശത്രു നമ്മുടെ മേൽ
ജയഭേരി മുഴക്കുവാനോ അല്ല, മറിച്ച് എനിക്ക് നിങ്ങൾക്കും പരിപൂർണ ജയം തരുന്ന ഒരു ദൈവം. ആ ദൈവം ഇന്ന് പകൽ എന്നെയും നിങ്ങളെ വിടുവിക്കുവാൻ നടത്തുവാൻ മതിയായവനാ. കാരണം ശത്രുവിന്റെ ശരണം പോയി, മറിച്ച് കർത്താവ് നമ്മോട് കൂടെ ഉള്ളിടത്തോളം കാലം ജയം നമുക്ക്. അങ്ങനെ ഒരു ജയജീവിതം നയിപ്പാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെ ദിനമായി അതാതിടങ്ങളിൽ സർവശക്തനായ ദൈവം കാത്തു പരിപാലിച്ച് കൃപയാൽ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.